നമസ്കാരം സുഹൃത്തുക്കളെ, SCRTയുടെ 7ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സയൻസിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രിയിലെ കോളംസുകളും ടേബിൾസും പിക്ചേഴ്സും ഒക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് പഠിക്കുകയാണ്. ഇത് 7ാമത്തെ ക്ലാസ് ആണ്. പിന്നെ പുതിയ SCRTയുടെ ക്ലാസ്സുകളെല്ലാം നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, പഠിച്ച് നല്ലോണം റിവിഷൻ ചെയ്ത് മാർക്കാക്കി മാറ്റിയിട്ട് റാങ്ക് ലിസ്റ്റിലൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കയറാനായിട്ട് പോകണം കേട്ടോ. പെട്ടെന്നായിരിക്കണം കേട്ടോ എല്ലാം. അപ്പോൾ എന്ത് ചെയ്യണം? നന്നായി പഠിക്കണം. എന്ത് ചെയ്യണം? അപ്പോൾ പിന്നെന്ത് ചെയ്യണം? റിവിഷൻ ചെയ്യണം. പിന്നീട് എന്ത് ചെയ്യണം? വീണ്ടും റിവിഷൻ ചെയ്ത് മാറ്റണം. പിന്നെ എന്ത് ചെയ്യണം? എക്സാം എഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് മൈനസ് കുറയ്ക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ജോലി കയറുന്നത് അല്ലേ? അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? അങ്ങനെയൊക്കെ ചെയ്തിട്ട് മാറ്റുക കേട്ടോ. ക്ലാസ്സിലേക്ക് കടന്നാലോ? ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കണേ. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് കൂട്ടുകാർ ജോയിൻ ചെയ്യുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. 7ാമത്തെ ക്ലാസ് ആണ് കേട്ടോ. ആറ്റത്തിന്റെ വലിപ്പം നോക്കൂ. ഒരാറ്റത്തിന്റെ വലിപ്പത്തെ പറ്റി നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? കഴിയില്ല. കാരണം ആറ്റം എന്ന പദം ഉണ്ടായിരിക്കുന്നത് ഏതിൽ നിന്നാണ്? ആറ്റമോസ് എന്ന ആറ്റമോസ് അല്ലേ? ഏത് പദത്തിൽ നിന്നാണ്? ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ആറ്റമോസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് എന്തുണ്ടായിരിക്കുന്നത്? ആറ്റം എന്നത് ഉണ്ടായിരിക്കുന്നത്. നോക്കൂ, സ്വർണത്തിന്റെ ഒരാറ്റത്തിന്റെ വ്യാസം, ഇപ്പൊ ഗോൾഡില് ഒരു ആറ്റത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് 0 എത്രയാണ്? 0. എത്ര 0 ഉണ്ട് നോക്കൂ? 7 പൂജ്യമാണ്. 1 2 3 4 5 6 7 എത്രയാണ്? എന്നിട്ട് 254. കണ്ടോ? ഇതാണ്. അതായത് ഏകദേശം 3.5 കോടി സ്വർണം ആറ്റങ്ങൾ നിരനിരയായിട്ട് വെച്ചാൽ മാത്രമേ എന്തുള്ളൂ? 1 സെന്റിമീറ്റർ ഉള്ളൂ. കണ്ടോ? 1 സെന്റിമീറ്റർ ആറ്റം ആകണമെങ്കിൽ എത്ര കോടി വെക്കണം? 3.5 കോടി സ്വർണ്ണ ആറ്റങ്ങള് നിരനിരയായിട്ട് വെച്ചാൽ മാത്രമാണ് എന്തെങ്കിലും 1 സെന്റിമീറ്റർ ആകുകയുള്ളൂ. എന്ന് ചോദിക്കില്ല. എന്നാൽ നോക്കൂ, ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. അതേപോലെ ഭാരതീയനായ കണാദൻ, ഗ്രീക്ക് ചിന്തകനായ ഡെമോക്രീറ്റസ് എന്നിവർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പദാർത്ഥത്തിലെ ചെറുകണങ്ങളെ കുറിച്ചിട്ടൊക്കെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ളൊന്നും പൂർണ്ണമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഭാരതീയനായിട്ടുള്ള കണാദനും ഗ്രീക്ക് ചിന്തകനായ ഡെമോക്രീറ്റസും. പക്ഷേ ആധുനിക ആറ്റ സിദ്ധാന്തം പൂർണ്ണമായിട്ടും ആവിഷ്കരിച്ചത് ആരാണ്? ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ജോൺ ഡാൾട്ടൺ ആണ്. ഇനി സംയുക്തങ്ങളും തന്മാത്രകളും ആറ്റങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ തന്മാത്ര തന്നിട്ടുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ പറയുമ്പോൾ 1 കാർബൺ അല്ലേ? പിന്നെ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ ഓക്സിജൻ. കാർബണും ഓക്സിജനും ചേർന്ന ആറ്റങ്ങൾ ചേർന്നതാണ് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന തന്മാത്ര. ഹൈഡ്രജൻ ക്ലോറൈഡിലോ? ഹൈഡ്രജനും ക്ലോറിനും. ജലത്തിൽ ഏതൊക്കെ വരും? ഹൈഡ്രജനും ഓക്സിജനും വരും അല്ലേ? പഞ്ചസാരയിൽ ഏതൊക്കെ വരും? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ വരും. മെർക്കുറിക് ഓക്സൈഡിലോ? മെർക്കുറിയും ഓക്സിജനും പഠിച്ചു വെക്കണം. ഇനി കാർബൺ ഡൈ ഓക്സൈഡില് എത്ര ആറ്റങ്ങൾ? നമ്മളിപ്പോ കാർബണും ഓക്സിജനും എന്ന് പറഞ്ഞു അല്ലെ? അതിൽ കാർബൺ 1 ആണ്. പിന്നെ ഓക്സിജനോ 1:2 എന്ന അനുപാതത്തിലാണ് കാർബണും ഓക്സിജനും ഉള്ളത്. കൂടുതൽ ഏതെന്നെയാണ് കാർബൺ ഡൈ ഓക്സൈഡില്? ഡൈ ഓക്സൈഡ് എന്നല്ലേ പറയുന്നത്? അപ്പൊ 2. ജലം നമ്മൾ പറയുന്നു, ജലം എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ്. അപ്പൊ ജലത്തിൽ ഏറ്റവും കൂടുതൽ ഏതാണ്? ഹൈഡ്രജൻ ആണ് കേട്ടോ. ഹൈഡ്രജൻ ആണ്. 2:1 എന്ന അനുപാതത്തിലാണ്. നമ്മൾ H2 എന്നല്ലേ പറയുന്നത്? H2O. അപ്പൊ 2 ഹൈഡ്രജനും ഓക്സിജൻ 1. ഇനി നോക്കൂ, സെല്ലുകൾ തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഏതിലൊക്കെയാണ് ഈ സെല്ലുകൾ ഉപയോഗിക്കുക? ഡ്രൈ സെല്ല് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രൈ സെല്ല് ഏതിലൊക്കെ ഉപയോഗിക്കും? റേഡിയോകളിലും, ക്യാമറകളിലും, ക്ലോക്കുകളിലും, കളിപ്പാട്ടങ്ങളിലും. ഏതൊക്കെയാണ് ഡ്രൈ സെല്ല് ഉപയോഗിക്കുന്നത്? റേഡിയോ, ക്യാമറ, ക്ലോക്ക്, കളിപ്പാട്ടങ്ങളിൽ. ഇനി മെർക്കുറി സെല്ല് ഉപയോഗിക്കുന്നത് വാച്ചുകളിലും കാൽക്കുലേറ്ററുകളിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളിലുമാണ് മെർക്കുറി സെല്ല്. ഇനി നിക്കൽ കാഡ്മിയം സെല്ല് റീചാർജ് ചെയ്യാവുന്ന ടോർച്ച് ക്യാമറകളിലൊക്കെയാണ് നിക്കൽ കാഡ്മിയം സെല്ല്. ഇനി ലിഥിയം അയൺ സെല്ല്, ഇത് പ്രീവിയസ് ആണ്. മൊബൈൽ ഫോണിലും ലാപ്ടോപ്പുകളിലും ഉപയോഗിക്കുന്നത് ലിഥിയം അയൺ സെല്ലാണ്. നമ്മുടെ മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും ഉപയോഗിക്കുന്ന ബാറ്ററി ഏതാണ്? ലിഥിയം അയോൺ സെല്ലാണ്. പഠിച്ചു വെക്കണം ട്ടോ. ഇനി ചില അയോണുകളുടെ പട്ടിക തന്നിട്ടുണ്ട്. പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും. നോക്കിയേ, സോഡിയം, പൊട്ടാസ്യം, സിങ്ക്, മഗ്നീഷ്യം, കാൽസ്യം,
കോപ്പർ ഇതൊക്കെ എന്താണ് പോസിറ്റീവ് അയോണുകളാണ്. ചോദ്യം വരാം അല്ലേ, ബോക്സുകളാണ് പെട്ടെന്ന് കാരണം എക്സാം തയ്യാറാക്കുന്നവർ ബോക്സുകളിൽ നിന്നാണ് അല്ലേ കൂടുതലായിട്ട് എടുക്കുന്നത്. സോ നോക്കിക്കേ, പോസിറ്റീവ് അയോണുകൾ ഏതൊക്കെയാണ്? സോഡിയം, പൊട്ടാസ്യം, സിങ്ക്, മഗ്നീഷ്യം, കാൽസ്യം, കോപ്പർ. ഇനി നെഗറ്റീവ് അയോണുകളാണ്. ഇതിന്റെയൊക്കെ എന്ത് വരുന്നത്? ക്ലോറൈഡുകളും കാർബണേറ്റുകളും സൾഫേറ്റുകൾ, നൈട്രേറ്റ് നമ്മൾ പറയാറുണ്ട് അല്ലേ, അങ്ങനെയുള്ളതൊക്കെ എന്താണ്? നെഗറ്റീവ് അയോണുകളാണ്. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്താൽ മതി, അല്ലാതെ ഇപ്പോൾ കാണാപ്പാടൊന്നും പഠിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കാർബൺ നമ്മൾ ഓരോന്നിൻ്റെ ഇപ്പോൾ സോഡിയം ബൈകാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം അല്ലേ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, സിങ്ക് സൾഫൈഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ആ ബാലൻസ് വരുന്നതാണ് എന്ത്? നെഗറ്റീവ് അയോണുകൾ എന്ന് പറയുന്നത് അല്ലേ. ക്ലോറൈഡ്, കാർബണേറ്റ്, സൾഫേറ്റ്, നൈട്രേറ്റ്, ഓക്സൈഡ്, ബൈകാർബണേറ്റ്. അയോണുകളുടെ ചാർജുകളുടെ അടിസ്ഥാനത്തിൽ അവ ചേർന്നുണ്ടാകുന്ന സംയുക്തങ്ങളുടെ രാസസൂത്രം കണ്ടുപിടിക്കാം. അത് നോക്കാം. അതൊക്കെ അപ്പോൾ ഇവിടെ പോസിറ്റീവ് അയോൺ എന്താണ്, നെഗറ്റീവ് അയോൺ എന്താണെന്നുള്ളത് നോക്കി മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇനി ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് അല്ലേ, അതിൽ ലോഹങ്ങൾ തന്നിട്ടുണ്ട്, ദ്രവണാങ്കം തന്നിട്ടുണ്ട്, അതിന്റെ തിളനില തന്നിട്ടുണ്ട്, അതിന്റെ സാന്ദ്രത തന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൽ ഏറ്റവും ഉയർന്ന സംഖ്യ, ഇത് പ്രീവിയസ് ആയിട്ട് ചോദിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ദ്രവണാങ്കം കൂടിയ ലോഹം ഏതെന്ന് ചോദിക്കും. ഇതിൽ തന്നിട്ടുള്ളതിൽ ഏതാണ്? 3414 അല്ലേ, ടങ്സ്റ്റൺ ആണ് ദ്രവണാങ്കം ഏറ്റവും കൂടുതലുള്ളത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. എത്രയെന്ന് ചോദിക്കില്ല, ഏറ്റവും കൂടുതൽ ഏതിലാണെന്ന് ചോദിക്കും. ഏതിനാണ്? ടങ്സ്റ്റൺ ആണ് കേട്ടോ. ടങ്സ്റ്റൺ ആണ് ദ്രവണാങ്കം കൂടുതലും തിളനില കൂടുതലും. ഏതിന് തന്നെയാണ്? അതേപോലെ തന്നെ നോക്കൂ, സാന്ദ്രതയും കണ്ടോ. ടങ്സ്റ്റൺ ആണ് ദ്രവണാങ്കം കൂടുതലും തിളനില കൂടുതലും സാന്ദ്രത കൂടുതലും ആർക്കാണ്? ടങ്സ്റ്റണിനാണ്. അത് പഠിച്ചു വെക്കണം. ഇനി നോക്കി നമുക്ക് രണ്ടാമത്തെയും കൂടി ഒന്ന് പഠിച്ചു വെക്കാം അല്ലെ. ടങ്സ്റ്റൺ തരാതെ സാന്ദ്രത കൂടിയത് അല്ലെങ്കിൽ ദ്രവണാങ്കം കൂടുതൽ ഏതെന്ന് ചോദിച്ചാൽ അവിടെ കൺഫ്യൂഷൻ ആവും അല്ലേ. ഇതിൽ ഏത് വരും? ഇവിടെ 1907 കണ്ടോ, ക്രോമിയം അല്ലേ രണ്ടാം സ്ഥാനത്ത് വരുന്നത്. പിന്നെ 1960, 1500 അല്ലെ, 1907 കണ്ടോ. അപ്പൊ രണ്ടാം സ്ഥാനത്ത് ദ്രവണാങ്കത്തിൽ ഒന്നാം സ്ഥാനം ടങ്സ്റ്റൺ, രണ്ടാം സ്ഥാനത്ത് ക്രോമിയം ആണ് കേട്ടോ. അത് പഠിച്ചു വെക്കണം. ടങ്സ്റ്റണ് ഒന്നാം സ്ഥാനം, രണ്ടാം സ്ഥാനം ക്രോമിയം. ഏതില്? ദ്രവണാങ്കത്തില്. തിളനിലയിൽ ഏതാ വരുന്നത് നോക്കാം നമുക്ക്. ഇവിടെ 5 കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സംഖ്യ 3 അല്ലേ, ടൈറ്റാനിയം ആണ് കണ്ടോ രണ്ടാം സ്ഥാനത്ത് കണ്ടോ. അപ്പോൾ ദ്രവണാങ്കം ഒന്നാം സ്ഥാനം ടങ്സ്റ്റൺ, രണ്ടാം സ്ഥാനം ക്രോമിയം. തിളനിലയിൽ ഒന്നാം സ്ഥാനം ടങ്സ്റ്റൺ, രണ്ടാം സ്ഥാനം ടൈറ്റാനിയം. ട രണ്ട് വരുന്നത് അല്ലേ, ടങ്സ്റ്റൺ ടൈറ്റാനിയം. അതാണ് തിളനിലയില്. ദ്രവണാങ്കത്തില് ടങ്സ്റ്റൺ ക്രോമിയം പഠിച്ചു വെക്കുക കേട്ടോ. ഇനി ഏറ്റവും കുറവ് ഏതാണെന്നും കൂടിയിട്ട് ഒന്ന് നോക്കി വെക്കുക. വെള്ളിക്കാണ് ദ്രവണാങ്കം കണ്ടോ. ഏറ്റവും കുറവ് ഏതിനാണ്? വെള്ളിക്കാണ്. തിളനില ഏറ്റവും കുറവ് ഏതിൽ വരും നോക്കാം നമുക്ക്. 2500, 600, 801 അല്ലെ. അപ്പൊ ഇതാണ് വെള്ളിക്ക് തന്നെയാണ് അല്ലെ. തിളനില ഏറ്റവും കുറവും ദ്രവണാങ്കം കുറവും. അപ്പൊ നമുക്കൊന്ന് കൺഫ്യൂഷൻ മാറ്റി പഠിച്ചാലോ. ടങ്സ്റ്റൺ ആണ് തിളനിലയിലും ദ്രവണാങ്കം കൂടുതലും സാന്ദ്രത കൂടുതലും ഒക്കെ ടങ്സ്റ്റൺ ആണ്. തിളനിലയിലും ദ്രവണാങ്കത്തിലും ഒക്കെ ഏറ്റവും കുറവ് ഏതിലാണ്? വെള്ളിക്കാണ്. പഠിച്ചല്ലോ. ഇനി രണ്ടാം സ്ഥാനം ദ്രവണാങ്കത്തിൽ ക്രോമിയം, തിളനിലയിൽ രണ്ടാം സ്ഥാനം ടൈറ്റാനിയം. അത്ര മനസ്സിലാക്കി വെക്കുക. ഇനി ലോഹസങ്കരങ്ങള്. രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഏകാത്മക ഖരലായനികളാണ് ലോഹസങ്കരങ്ങൾ. ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ. ഒന്നാണോ? അല്ല, രണ്ടോ അതിലധികമോ ലോഹങ്ങളുടെ ഖരലായനികൾ ചേർന്നതാണ് ഇത് അലോയിസ് എന്ന് പറയുന്നത്. അതായത് ലോഹസങ്കരങ്ങൾ. ലോഹങ്ങളെ അപേക്ഷിച്ചിട്ട് ഈ ലോഹസങ്കരങ്ങളുടെ പ്രത്യേകത എന്താണ്? നല്ല ബലം അല്ലെ, മികച്ച ബലവും ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. അപ്പൊ ലോഹത്തിനാണോ ലോഹസങ്കരത്തിനാണോ ബലം കൂടുതൽ, മെറ്റൽസിനാണോ അലോയിസിനാണോ ബലം കൂടുതൽ എന്ന് ചോദിച്ചാൽ അത് അലോയിസിനാണ്. ലോഹങ്ങളെ അപേക്ഷിച്ച് മികച്ച ബലവും ലോഹനാശനത്തെ ചെറുക്കാനുള്ള കഴിവും ആർക്കുണ്ട്? ലോഹസങ്കരങ്ങൾക്കുണ്ട്. അതായത് 90% ലോഹങ്ങളും എന്താണ്? ലോഹസങ്കരങ്ങളായിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. കാരണം ഡയറക്റ്റ് ആയിട്ട് ലോഹങ്ങളായിട്ട് ഉപയോഗിക്കുന്നില്ല. കാരണം അലോയിസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? 90%-ലധികം ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി മെച്ചപ്പെട്ട സവിശേഷതകളുള്ള വലിയൊരു വിഭാഗം നിർമ്മാണ സാമഗ്രികളെ ലോഹസങ്കരങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു. ഇപ്പൊ സ്വർണത്തിന്റെ ആണെങ്കിലും കോപ്പറിന്റെ ആണെങ്കിലും ലോഹസങ്കരമാണ് ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് കണ്ടോ. ഇപ്പൊ ഗോൾഡ് ആണെങ്കിലും കോപ്പർ ആണെങ്കിലും ഡയറക്റ്റ് മെറ്റലായിട്ട് യൂസ് ചെയ്യാതെ അതിന്റെ അലോയിസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആഭരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ.
ഇനി ലോഹസങ്കരങ്ങളും ഘടകലോഹങ്ങളും തന്നിട്ടുണ്ട്. പിച്ചള അല്ലെ, അതായത് ബ്രാസ് എന്ന് പറയും അല്ലെ. ഇത് പ്രീവിയസ് ക്വസ്റ്റ്, ഇത് 4ഉം എന്താണ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേബിൾ ആണ് കേട്ടോ, ചോദിക്കാറുണ്ട്. ബ്രാസ്, പിച്ചളയിൽ അടങ്ങിയിട്ടുള്ള ലോഹങ്ങൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോ കോപ്പറും സിങ്കും ഉപയോഗിക്കുന്നതിന് പകരം എന്ത് ഉപയോഗിക്കും? ബ്രാസ് ഉപയോഗിക്കും. ലോഹസങ്കരമായിട്ടുള്ള ബ്രാസ് ഉപയോഗിക്കും. മനസ്സിലായോ? കോപ്പറും സിങ്കുമാണ്. കോപ്പറും സിങ്കും ചേർന്നതാണ് ഏതെന്ന് പറയുന്നത്? ബ്രാസ്. ഇനി ബ്രോൺസോ, ഓട് എന്താണ്? കോപ്പറും ടിന്നും. എന്താണ്? ഓഡിക്കോ എന്ന് നമ്മൾ പറയും അല്ലേ. എങ്ങനെയാണ് ഇതിന്റെ നമ്മൾ കോഡ് ഇടുക? ഓഡിക്കോ പറയും അല്ലേ. ഓട്. പിന്നെ ഏതാണ്? ടിന്ന്, കോപ്പർ. കണ്ടോ? ഇനി നിക്രോമില് നിക്കൽ, ക്രോമിയം, പിന്നെ പൊതുവായിട്ട് എല്ലാറ്റിലും ഏതുണ്ടാകും? Fe ഉണ്ടാകും, അയൺ ഉണ്ടാകും. അൽനിക്കലോ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, പിന്നെ കോമൺ ആയിട്ടുള്ള Fe, അയൺ. ചില ലോഹസങ്കരങ്ങളിൽ, അതായത് ഉദാഹരണം സ്റ്റെയിൻലെസ് സ്റ്റീലില് വളരെ ചെറിയ അളവിൽ കാർബൺ, സിലിക്കൺ പോലുള്ള അലോഹ മൂലകങ്ങൾ ചേർക്കാറുണ്ട്. പഠിച്ചു വെക്കുക കേട്ടോ. ബ്രാസില് സിങ്ക്, കോപ്പർ. ബ്രോൺസില് കോപ്പർ, ടിന്ന്. നിക്രോമില് നിക്കൽ, ക്രോമിയം, അയണ്. അൽനിക്കോല് അലുമിനിയം, നിക്കൽ, കൊബാൾട്ട്, അയൺ. ഇനി മീറ്റർ നോക്കാം. പ്ലാറ്റിനത്തില് 10% ഇറിഡിയം ചേർത്ത് നിർമ്മിച്ചിട്ട് 0 ഡിഗ്രി സെൽഷ്യസിൽ ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ, ഇത് പഠിച്ചോ, അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ആണ് കേട്ടോ. അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലാണ്. അവിടെ പ്ലാറ്റിനത്തില് 10% എന്ത് ചെയ്യും? ഇറിഡിയം ചേർക്കും. 10% ഇറിഡിയം ചേർത്തിട്ട് ഏതിലാണ്? പ്ലാറ്റിനത്തില്. എന്നിട്ട് 0 ഡിഗ്രി സെൽഷ്യസില് ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുള്ള മാതൃകാ ദണ്ഡിൽ രേഖപ്പെടുത്തിയ 2 അടയാളങ്ങൾക്കിടയിലുള്ള നീളമാണ് എന്ത് പറയുന്നത്? ഒരു മീറ്റർ എന്ന് പറയുന്നത് കേട്ടോ. പുതിയ നിർവചനം അനുസരിച്ച് മീറ്റർ എന്നത് ശൂന്യതയിൽ പ്രകാശം 1/, കണ്ടോ, ഇത്രയും സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ്. അപ്പൊ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ എവിടെയാണെന്ന് ചോദിക്കുക? ഫ്രാൻസ്. പഠിച്ചു വെക്കുക. ഇനി ഇത് ഓരോന്ന് പഠിച്ചോ. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണെങ്കിലും സൗകര്യത്തിന് അതിന്റെ ചെറിയ യൂണിറ്റ് ആയ സെന്റിമീറ്റർ, മില്ലിമീറ്റർ, പിന്നെ മൈക്രോമീറ്റർ. കണ്ടോ? മൈക്രോമീറ്റർ, മൈക്രോം കണ്ടോ, ഈ സിമ്പലിൽ സൂചിപ്പിക്കുന്നു. പിന്നെ നാനോമീറ്റർ എന്നിവയും ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കേണ്ടത്. അതായത് മീറ്ററിന് പകരം നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. പക്ഷെ അതിന്റെ അളവൊക്കെ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ഏറ്റവും ചെറിയ യൂണിറ്റുകളെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. സെന്റിമീറ്ററും മില്ലിമീറ്ററും മൈക്രോമീറ്ററും നാനോമീറ്റർ എന്നൊക്കെയാണ് ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ 2 പ്രദേശങ്ങൾക്കിടയിലുള്ള ദൂരം അളക്കാൻ നീളത്തിന്റെ വലിയ യൂണിറ്റായ കിലോമീറ്റർ, നമ്മൾ പറയില്ല എത്ര കിലോമീറ്റർ ഉണ്ട്, എത്ര മീറ്റർ ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറയാറില്ലേ. നമ്മൾ നാനോമീറ്ററിലൊക്കെ പറയും? ഇല്ല, കിലോമീറ്ററിലും പറയും, മീറ്ററിലും പറയും. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കേണ്ടി വരുമ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം, പാരാലാറ്റിക് സെക്കൻഡ് അഥവാ പാർസെക് എന്നിവയും ഉപയോഗിച്ചു വരുന്നു. പ്രീവിയസ് ആണ് കേട്ടോ. ഇതിന്റെ ഉള്ളിലുള്ള ഫുള്ളും പ്രീവിയസ് ആണ്. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കും ഉള്ള ദൂരം അളക്കേണ്ടി വരുമ്പോൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റും, പിന്നെ ചോദിച്ചിട്ടുണ്ട് പ്രകാശവർഷം അളക്കാൻ ഉപയോഗിക്കുന്നത് എന്ത് അളക്കാനാണ് പ്രകാശവർഷം ഉപയോഗിക്കുന്നത് ചോദിച്ചിട്ടുണ്ട്. എന്തിനാണ്? ദൂരം അളക്കാനാണ് കേട്ടോ. ദൂരം അളക്കാനാണ് പ്രകാശവർഷം. അതുപോലെ തന്നെ ആസ്ട്രോണമിക്കൽ യൂണിറ്റും എന്താണ്? ദൂരം അളക്കാനാണ്. പാരാലാറ്റിക് സെക്കൻഡ് അഥവാ പാർസെക് എന്നിവയും എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിച്ചു വരുന്നുണ്ട്. ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം എന്ന് പറയുന്നത് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 15 കോടി കിലോമീറ്റർ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഭൂമിയിൽ നിന്നും സൂര്യനിലേക്ക് ശരാശരി എത്ര ദൂരം എന്ന് ചോദിച്ചാൽ 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് 15 കോടി കിലോമീറ്റർ. അതായത് നമ്മുടെ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് എത്ര ദൂരമാണ്? 15 കോടി കിലോമീറ്റർ ആണ്. 1 വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് 1 പ്രകാശവർഷം. 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത്. ഓക്കെ, 1 സെക്കൻഡിൽ എത്ര കിലോമീറ്റർ പ്രകാശം സഞ്ചരിക്കാം? 3 ലക്ഷം കിലോമീറ്റർ പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നു. ഒരു പാർസെക് എന്നത് 3.26 പ്രീവിയസ് ആണ്, പ്രകാശവർഷമാണ്. ഒരു പാർസെക് എന്നത് 3.26 പ്രകാശ
വർഷമാണ്. അപ്പൊ ഈ ബോക്സിൽ എന്തൊക്കെ പഠിച്ചു? നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് മീറ്റർ എന്ന് പറഞ്ഞു അല്ലെ. ഗ്രഹങ്ങളിലേക്കും നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കാൻ ഏതാണ് ഉപയോഗിക്കുക? അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ഉപയോഗിക്കുക. പിന്നെ ദൂരം അളക്കാനായിട്ട് പ്രകാശവർഷം ഉപയോഗിക്കാറുണ്ട്, പാരാലാറ്റിക് സെക്കൻഡ് അല്ലെങ്കിൽ പാർസെക് ഉപയോഗിക്കാറുണ്ട് അല്ലെ. ഒരു പാർസെക് എന്ന് പറയുന്നത് 3.26 പ്രകാശവർഷമാണ്. ഒരു പാർസെക് എന്ന് പറയുന്നത് 3.26 പ്രകാശവർഷം. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പറയുന്നത് എന്താണ്? 15 കോടി കിലോമീറ്റർ ആണ്. എന്താണ് ഈ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ 15 കോടി കിലോമീറ്റർ? ഭൂമിയിൽ നിന്നും സൂര്യനിലേക്കുള്ള ദൂരം അല്ലെ. ഒരു സെക്കൻഡിൽ ഒരു പ്രകാശവർഷം, ഒരു സെക്കൻഡിൽ എത്ര കിലോമീറ്റർ ആണ് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത്? 3 ലക്ഷം കിലോമീറ്റർ ആണ്. 3 ലക്ഷം കിലോമീറ്റർ ഒരു സെക്കൻഡിൽ പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കും. ഇനി ഇതത് അളവുകൾ തന്നിട്ടുണ്ട്, ഒന്ന് നോക്കി വെക്കുക. 1 കിലോഗ്രാം മാസ് പ്ലാറ്റിനം 90%, ഇറിഡിയം 10%. നമ്മൾ പറഞ്ഞല്ലോ ഇന്നിവിടെ ലോഹസങ്കരം കൊണ്ട് നിർമ്മിച്ച ഫ്രാൻസിലെ അന്താരാഷ്ട്ര അളവ് തൂക്ക ബ്യൂറോ സൂക്ഷിച്ചിട്ടുള്ള ഒരു സിലിണ്ടറിന്റെ മാസ് കണ്ട, ഒരു സിലിണ്ടറിന്റെ മാസ് ആണ് 1 കിലോഗ്രാം. ഇതുപോലെ ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ, ഇത് കഴിഞ്ഞ എതിരാണ് എൽജിഎസ് ആണോ? ഈ അടുത്ത് നടന്ന എക്സാം ചോദിച്ചു ഓർമ്മയുണ്ടോ? നാഷണൽ ഫിസിക്കൽ ലാബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് കേട്ടോ നാഷണൽ ഫിസിക്കൽ ലാബോറട്ടറി സ്ഥിതി ചെയ്യുന്നത്. ഈ അടുത്ത് നടന്ന ഈ ഒരു 2 മാസത്തിനുള്ളിൽ നടന്ന എക്സാം ചോദിച്ചതാണ്. നാഷണൽ ഫിസിക്കൽ ലാബോറട്ടറി സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. കണ്ടോ, ബോക്സിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ കണ്ടോ? ഇനി ഇതാ ഈ യൂണിറ്റുകളൊക്കെ പഠിക്കട്ടെ, എല്ലാം പ്രീവിയസ് ആണ്. നീളത്തിന്റെ ഒന്നാമത്തെ നോക്കിക്കേ, നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ്. അതിന്റെ പ്രതീകം എം. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. മാസിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. സമയം നമ്മൾ എങ്ങനെ പറയും? സമയം സെക്കൻഡ്. വൈദ്യുത പ്രവാഹ തീവ്രത, ഇവിടെ വൈദ്യുത എന്നാണെങ്കിൽ ഇവിടെ ആംപിയർ ആണ്. താപനിലയോ കെൽവിൻ ആണ്. പദാർത്ഥത്തിന്റെ അളവ് മോളിലാണ്. പ്രകാശത്തിന്റെ തീവ്രത കാൻഡിലിലാണ് കേട്ടോ. SI അടിസ്ഥാന യൂണിറ്റുകൾ നോക്കാം. അടിസ്ഥാന നീളമാണെങ്കിൽ മീറ്റർ. നീളത്തിന്റെ യൂണിറ്റ് നമ്മൾ എന്ത് പറയും? മീറ്ററിൽ, കിലോമീറ്ററിലല്ലേ എത്ര നീളം പറയാ? മാസ് ഭാരം എങ്ങനെയാണ്? കിലോഗ്രാം. 1 കിലോഗ്രാം അല്ലെ, 1 കിലോഗ്രാം. സമയം സെക്കൻഡിലല്ലേ പറയാ. വൈദ്യുത പ്രവാഹ തീവ്രത ആംപിയറില്. താപനിലയോ കെൽവിനില്. പദാർത്ഥത്തിന്റെ അളവ് മോളില്. പ്രകാശത്തിന്റെ തീവ്രതയാണെങ്കിൽ കാൻഡില. എന്നാൽ ചില സന്ദർഭങ്ങളിൽ യൂണിറ്റിന്റെ പ്രതീകങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് എഴുതേണ്ടതുണ്ട്. വ്യക്തിയുടെ പേരിൽ നിന്ന് ഉടലെടുത്ത യൂണിറ്റുകൾ നോക്കാം. അലസാൻഡ്രോ വോൾട്ട, പൊട്ടൻഷ്യൽ വ്യത്യാസം കണ്ടോ, അതെങ്ങനെയാണ്? വോൾട്ട് അല്ലെ, വോൾട്ട് ആണ്. പൊട്ടൻഷ്യൽ വ്യത്യാസം പറയുമ്പോൾ അതിന്റെ അളവ് ഏതിൽ പ്രതീകം ഉപയോഗിക്കും? വി ആയിട്ട് ഉപയോഗിക്കും. കാരണം അദ്ദേഹത്തിന്റെ വോൾട്ട എന്ന അക്ഷരത്തിൽ നിന്ന് വി കണ്ടോ. ഇനി ബ്ലേസ് പാസ്കൽ, മർദ്ദം അളക്കാനാണ് അല്ലെ. ഏതാണ്? മർദ്ദം. ബ്ലേസ് പാസ്കൽ ഏതാണ്? യൂണിറ്റ് ഏതാണ്? പാസ്കൽ കണ്ടോ, അദ്ദേഹത്തിന്റെ നാമകരണാർത്ഥം. സർ ഐസക് ന്യൂട്ടൺ, ബലം അളക്കാനുള്ള യൂണിറ്റ് ആണ് ന്യൂട്ടൺ അല്ലെ. അപ്പൊ ഇതിന് പറയും ന്യൂട്ടൺ ആണ് കേട്ടോ. അപ്പൊ മർദ്ദം അളക്കാനുള്ള യൂണിറ്റ് ആണ് ഏത്? പാസ്കൽ. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാനുള്ള യൂണിറ്റ് ആണ് വോൾട്ട്. ബലം അളക്കാനുള്ള യൂണിറ്റ് ആണ് ഇത് ന്യൂട്ടൺ. ഇനി ദൂരം തന്നിട്ടുണ്ട്, ഇവിടെ സ്ഥാനാന്തരം തന്നിട്ടുണ്ട്. ദൂരം എന്ന് പറയുന്നത് ഒരു അദിശമായിട്ടുള്ള അളവാണ്. സ്ഥാനാന്തരം എന്ന് പറയുന്നത് സദിശ അളവാണ് കേട്ടോ. വേഗതയോ അദിശ അളവാണ്. പ്രവേഗം സദിശ അളവാണ്. പ്രവേഗം, ത്വരണം, ഇതൊക്കെ എന്താണ്? പ്രവേഗം, ത്വരണം, പിന്നെ ഇതാണ്, പിന്നെ കുറെ ആക്കം, ഇതൊക്കെ എന്താണ്? സദിശ അളവുകളാണ് കേട്ടോ. നോട്ടിക്കൽ മൈല്. വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റ് നോട്ടിക്കൽ മൈലാണ്. 1 നോട്ടിക്കൽ മൈൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 1 നോട്ടിക്കൽ മൈൽ എന്നത് പ്രീവിയസ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അത്രയും വർക്ക്ഔട്ട് ചെയ്തതിന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയണം, അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. പ്രീവിയസ് ആണ്. അപ്പോൾ ആ പ്രീവിയസ് ആണെന്ന് പറയുമ്പോൾ ആ ക്വസ്റ്റ്യൻ അത്ര ഇമ്പോർട്ടന്റ് കൊടുക്കണം കേട്ടോ. 1 നോട്ടിക്കൽ മൈൽ എന്നത് 1. അതായത് എക്സ്പീരിയൻസ് ഉള്ളവർ ഓക്കെ, പുതിയതായിട്ട് വന്ന് കയറുന്നവർക്ക് പറയണം കേട്ടോ. 1.852 കിലോമീറ്റർ ആണ്. പഠിച്ചോളണം കേട്ടോ. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1.852 കിലോമീറ്റർ ആണ്. ഇത് പ്രീവിയസ് ആണ്. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും, ഞാനിപ്പോ ഈ അടുത്ത് നടന്ന എക്സാമിന്റെ പ്രീവിയസ് എന്നല്ല പറയുന്നത്, മൊത്തം PSCയുടെ പഴയകാല ചോദ്യങ്ങളും പുതിയ കാല ചോദ്യങ്ങളും ഒക്കെ കണ്ടിട്ട് പറയാണ് കേട്ടോ. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കാനുള്ളത് ഏതാണ്? നോട്ട് കേട്ടോ. നോട്ട്. കപ്പലുകളുടെയും വിമാനങ്ങളിലൊക്കെ പോകണമെങ്കിൽ നല്ല നോട്ട് എണ്ണി കൊടുക്കണം അല്ലേ. നോട്ട് എണ്ണണ്ടേ? നോട്ട് എണ്ണ അല്ലേ, അതങ്ങനെ കണക്ട് ചെയ്താൽ മതി. നോട്ടാണ്. ഒരു നോട്ട് എന്നത് മണിക്കൂറിൽ 1 നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗമാണ്. അതൊന്നും വേണ്ട. വിമാനങ്ങളുടെയും കപ്പലുകളുടെയും വേഗം അളക്കുന്ന യൂണിറ്റ് നോട്ട് എന്ന് പഠിക്കുക. ഒരു നോട്ട് എന്നത് 1 നോട്ടിക്കൽ മൈൽ എന്നത് 1.852 കിലോമീറ്റർ ആണ്. ഇനി
നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ വാഹനങ്ങൾ ഓരോ സ്ഥാപനങ്ങൾ എത്തുമ്പോൾ എത്ര സ്പീഡിലാണ് പോകാൻ പറ്റുക? അതാണോ ചെയ്യുന്നത്? അല്ല അല്ലെ? പക്ഷെ ഒരു നിയമമുണ്ട്, നോക്കാം. മോട്ടോർ കാറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്ത് എത്തുമ്പോൾ എത്ര കിലോമീറ്റർ, ഒരു അവറിൽ എത്ര കിലോമീറ്റർ ആണ്? 30 കിലോമീറ്റർ സ്പീഡിലേ പോകാൻ പാടുള്ളൂ. ആണോ? ചീറി പാനിട്ടാ പോണു അല്ലേ? പിന്നെ ഗട്ട് റോഡ് ആണെങ്കിലോ 45 കിലോമീറ്ററിൽ സ്പീഡിൽ പോകാം. മുനിസിപ്പൽ കോർപ്പറേഷൻ പട്ടണങ്ങളിലൊക്കെ ആണെങ്കിൽ 50 കിലോമീറ്റർ വരെ. നാഷണൽ ഹൈവേയിലാണെങ്കിൽ 85 കിലോമീറ്റർ സ്പീഡിൽ പോകാം. സംസ്ഥാന ഹൈവേ ആണെങ്കിൽ, നാഷണൽ ഹൈവേ 85 ആണെങ്കിൽ സംസ്ഥാന ഹൈവേ 80, 4 വരി പാതയിലാണെങ്കിൽ 90 കിലോമീറ്റർ. അപ്പൊ എപ്പോഴും 4 വരി ഹൈവേയിലൊക്കെ നമുക്ക് സ്പീഡ് പോകണം അല്ലേ? മോട്ടോർ സൈക്കിൾ ആകുമ്പോഴോ, 2 വീലർ ആകുമ്പോൾ സ്കൂൾ പരിസരത്ത്, കാരണം വിദ്യാഭ്യാസ രംഗത്താണ് എപ്പോഴും ചോദിക്കുക കേട്ടോ, എത്ര കിലോമീറ്റർ ഒന്നും പോകാൻ പറ്റും? 30. കണ്ടോ, എല്ലാം 30 ആണ്. ഇതൊന്ന് കണക്ട് ചെയ്ത് വെച്ചോ കേട്ടോ. കാറാണെങ്കിലും സൈക്കിൾ ആണെങ്കിലും ഓട്ടോറിക്ഷ ആണെങ്കിലും ബസ് ആണെങ്കിലും സ്കൂൾ പരിസരം എത്തുമ്പോൾ 30 കിലോമീറ്ററിലേ പോകാൻ സ്പീഡിലേ എന്ത് പറ്റുള്ളൂ? പോകാൻ പാടുള്ളൂ. പഠിച്ചു വെക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി സർ ഐസക് ന്യൂട്ടൺ ഇംഗ്ലണ്ടിലെ വൂൾസ്തോർപ്പിൽ ജനിച്ചു. അദ്ദേഹത്തെ ഇത് 2024 23 ഈ വൂൾസ്തോർപ്പ് അടക്കം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ന്യൂട്ടനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിലെ വൂൾസ്തോർപ്പിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളിൽ പ്രധാനപ്പെട്ടവയാണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ചത്. ആരാണ്? ഒന്നാം ചലന നിയമം, രണ്ടാം ചലന നിയമം, മൂന്നാം ചലന നിയമം സർ ഐസക് ന്യൂട്ടന്റെ. പിന്നെ ഗുരുത്വാകർഷണ നിയമം അല്ലെ? ചലന നിയമം, ഗുരുത്വാകർഷണ നിയമം ഒക്കെ കൊണ്ടുവന്നത് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ്. 1705 സർ പദവി ലഭിച്ചു. 1905 അല്ലാട്ടാ, 1705 ഫിലോസഫിയ ഇത് പ്രീവിയസ് ആണ്. ഐസക് ന്യൂട്ടന്റെ പ്രശസ്തമായ കൃതി ചോദിക്കാറുണ്ട്. ഫിലോസഫിയ നാച്ചുറലാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതി ശാസ്ത്ര ലോകത്തിന് ഒരു വഴികാട്ടിയാണ്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, വെരി ഇമ്പോർട്ടന്റ് ആണ് അദ്ദേഹത്തിന്റെ കൃതി ഫിലോസഫിയ നാച്ചുറലാലിസ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക. പിന്നെ ചലന നിയമങ്ങളും ഗുരുത്വാകർഷണ നിയമം ആവിഷ്കരിച്ചു. അദ്ദേഹം ജനിച്ചത് ഇംഗ്ലണ്ടിലെ വൂൾസ്തോർപ്പിലാണ്. ഓക്കെ ആണോ? ഇനി ഒരു ന്യൂട്ടൺ ബലം അളക്കാനുള്ള യൂണിറ്റ് ആണ് ഏത് നമ്മൾ പറഞ്ഞത്? ന്യൂട്ടൺ പറഞ്ഞു അല്ലെ? 0.1 കിലോഗ്രാം, അതായത് 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ തറനിരപ്പിന് സമാന്തരമായി കയ്യിൽ താങ്ങി നിർത്താൻ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ഏകദേശം 1 ന്യൂട്ടൺ ബലം പ്രയോഗിക്കണം. അങ്ങനെ നമ്മുടെ 7ാമത്തെ ക്ലാസ് കഴിഞ്ഞു. ഇനി 8ാമത്തെ ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താഴെ എന്തായാലും ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാനുള്ള മനസ്സെങ്കിലും നിങ്ങൾ കാണിക്കുക കേട്ടോ. നിങ്ങൾ അതുപോലെ നിങ്ങൾ ചെയ്യുന്നില്ല. കാരണം ഇതും നമുക്ക് എന്താണ് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥ. ഇത്രയും ഇങ്ങനെ ടേബിളൊക്കെ എടുത്തുകൊണ്ട് തരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നമുക്ക് SCRT തീർക്കാം. പിന്നെ നിങ്ങളുടെ ഒഴിവിനനുസരിച്ച് നിങ്ങൾക്ക് SCRT വായിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ഗൈഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വായിച്ചിട്ട് നോക്കിയാൽ മതി. പക്ഷെ എന്താ പറയുക, ഒരു 75% എങ്കിലും നമുക്ക് ഈ ബോക്സുകളും ടേബിളുകളും ഒക്കെ കഴിയുമ്പോൾ SCRT അവിടെ കഴിയും. വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം എന്താണ്, നമുക്ക് മാർക്കല്ലേ വേണ്ടുള്ളൂ. നമുക്ക് SCRT മുഴുവൻ പഠിച്ചിട്ട് പോയിട്ട് മാർക്ക് വേണമെന്നില്ലല്ലോ. അങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നാളെ താഴെ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുക കേട്ടോ. 15ാം തീയതി എക്സാമിനർക്കൊക്കെ ഈ ടേബിളുകളൊക്കെ നോക്കുമ്പോൾ നല്ല കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.